മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ശിവൻകുട്ടി ലേറ്റസ്റ്റ് ആയിട്ടൊരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ചെറിയ കുറച്ച് ഭാഗങ്ങളൊന്ന് ഇവിടെ കൊടുക്കാം. ആദ്യത്തെ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. തിരുവനന്തപുരം നഗരസഭയുടെ ഇന്നത്തെ അവസ്ഥ അതീവ പരിതാപകരമാണ്. മാറാത്തത് മാറുമെന്ന ക്യാപ്ഷനുമായാണ് BJP ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ അധികാരം കിട്ടിയതിന് ശേഷം അവരുടെ പ്രവർത്തനം കാണുമ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ നാറാത്തത് നാറും BJP വന്നാൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കേട്ടില്ലേ. ഇപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കമ്മികൾ പരാജയപ്പെട്ടതങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കാഞ്ഞിട്ട് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ ചാടി വീണിട്ട് കോർപ്പറേഷൻ BJP മേയർ ചാടി വീഴുക. ഒന്നും ഒരു അടിസ്ഥാനമില്ലാതെ നിങ്ങൾ കേട്ടില്ലേ. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, മാറാത്തത് മാറുമെന്നല്ല സോഷ്യൽ മീഡിയയിൽ വേറെ രീതിയിൽ പറയുന്നു. ശിവൻകുട്ടിക്കെതിരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നതൊക്കെ നമ്മൾ അങ്ങ് എടുത്ത് പറഞ്ഞാൽ ശിവൻകുട്ടിക്ക് താങ്ങുമോ? സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പലതും പറയൂ. ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നൊരു ആളല്ലേ, എന്നിട്ട് എന്ത് തേങ്ങയാ ഈ വിളിച്ചു പറയുന്നത്? മറ്റൊന്നും കൊണ്ടൊന്നല്ല, മാറാത്തത് മാറാൻ പോകുന്നത് കേരളത്തിൽ ആദ്യമാരാ മാറുക. ശിവൻകുട്ടിയുടെ മന്ത്രിസ്ഥാനം പോവും. കാരണം MLA ആയിട്ട് ഇത്തവണ വിജയിക്കൂലോ. ഈ തവണ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ശിവൻകുട്ടിയെ കണ്ടവഴി ഓടിക്കില്ലേ. 8 നിലയിൽ ശിവൻകുട്ടി പൊട്ടുമെന്നുള്ളത് ഉറപ്പിച്ചിട്ട് പരമാവധി റിസൾട്ട് വരുന്നതിന് മുമ്പേ ആയിട്ട് മാധ്യമ ശ്രദ്ധ കിട്ടാൻ ഇപ്പൊ BJPക്കെതിരെ കുതിര കയറാൻ ചാടി വീണതാ. അതിലപ്പുറമൊന്നും ഈ ഒരു പ്രസ് മീറ്റിനൊന്നും ഒരു നിലവാരമില്ല. ഇത് വെറുതെ പറയല്ല. മറ്റൊരു ഭാഗം കൂടി ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്നും കേട്ടു. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ തലസ്ഥാന നഗരി ഇത്തരമൊരു മാലിന്യ പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിച്ചിട്ടില്ല. മാലിന്യ നിർമ്മാർജ്ജനം പാളിയതോടെ നഗരത്തിൽ തെരുവുനായ ശല്യവും രൂക്ഷമായിരിക്കുകയാണ്. നിങ്ങളിത് കേട്ടില്ലേ. ഇപ്പോഴും മാലിന്യത്തിലും തെരുവുനായ ശല്യത്തിലും ഇങ്ങനെ കറങ്ങി നിൽക്കുക ശിവൻകുട്ടി. BJP ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ BJP പിടിച്ചത് ഓരോ ദിവസം നേരം വെളുക്കുമ്പോഴും ഈ ശിവൻകുട്ടിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എന്നിട്ട് ചാടി വീണ് പ്രസ് മീറ്റ് വിളിക്കും. തെരുവുനായ ശല്യം, ഈ തെരുവുനായ ശല്യവും മാലിന്യ പ്രശ്നമൊക്കെ കാരണല്ലേ കഴിഞ്ഞ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇടതും വലതും മാറി മാറി ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടുത്തെ ജനത BJPയിലേക്ക് അങ്ങ് കൊടുത്തത്. BJP അധികാരത്തിലെത്തിച്ച എന്തുകൊണ്ടാ? ഈ മാലിന്യവും തെരുവുനായ ശല്യവും കാരണല്ലേ. ആ തെരുവുനായ ശല്യം തീർത്തതൊക്കെ മേയറും അവിടെയുള്ള BJP സംവിധാനമാണെന്ന് കേരളം മൊത്തം വാർത്ത വന്നല്ലേ. മാലിന്യ പ്രശ്നവും നിരന്തരം അതിന് പരിഹാരം കണ്ടെത്തുന്നത് മേയറുടെ നേതൃത്വത്തിലാണ് എന്നൊക്കെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തയാക്കി. ഇപ്പോഴും ശിവൻകുട്ടി അത് ഉൾക്കൊള്ളൂല. ഈ ഇടതുപക്ഷത്തെ കമ്മികളെ ജനങ്ങളെടുത്ത് പുറത്തിട്ടതിന്റെ കാരണമാണ് തെരുവുനായ ശല്യം. അടിസ്ഥാന ആവശ്യമില്ലായിരുന്നു. സാധാരണക്കാരുടെ ഈ തെരുവിലൂടെ നടന്നു പോകുന്ന സാധാരണക്കാരുടെ ആവശ്യമാണ് ഈ തെരുവുനായ ശല്യം. അതും വലിയ രീതിയിൽ വന്നിട്ടല്ലേ ഇടതുപക്ഷത്തെ എടുത്ത് ജനം ആറ്റിലേക്ക് എറിഞ്ഞത്. ആ സൗകര്യങ്ങളൊക്കെ ഇപ്പോ വലിയ രീതിയിൽ തെരുവുനായ ശല്യമൊക്കെ വലിയ രീതിയിൽ കുറച്ചിരിക്കുന്നു. മേയർ ഇപ്പം ശിവൻകുട്ടി അത് കേട്ടില്ല, ഒരിക്കലും ഇത് അംഗീകരിക്കില്ല. കാരണം ഇവർ പരാജയപ്പെട്ടതുപോലെ ഇപ്പോഴും ഇവർ അംഗീകരിക്കുന്നില്ല. പിന്നല്ലേ അടുത്തത് കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ഇത് കാരണം വേനൽക്കാല രോഗങ്ങളും പടർന്നു പിടിക്കുന്നതാണ്. ഇനി നമുക്ക് മുന്നിലുള്ളത് മഴക്കാലമാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വെറുതെ പേരിന് നടത്തിയാൽ പോരാ, അത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ നടപ്പിലാക്കണം. മഴക്കാല ശുചീകരണം പ്ലാനിങ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരിക പറയാ. ഇക്കഴിഞ്ഞ ദിവസമല്ലേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ കൗൺസിലർമാർ ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഉൾപ്പെടെ വിളിച്ച് മീറ്റിംഗ് കൂടിയിട്ട് ഈ പറയുന്ന മഴ ശുചീകരണമൊക്കെയായി ബന്ധപ്പെട്ടു. ഇതൊക്കെയായി ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടാണ്. നമ്മുടെ മേയർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ VV രാജേഷ് തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകളെയും കൂട്ടി മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ. എന്നിട്ട് ഇതൊന്നും കാണാത്തതുപോലെ മഴ ശുചീകരണവുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് കൂടണം, ഒരു പ്ലാനിങ്ങും ഇല്ല. ഇത് മീറ്റിംഗ് മാത്രം. മറ്റൊരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. അതുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വളരെ വ്യക്തമായിട്ട് മേയർ ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാ. എന്നിട്ടും ഈ ശിവൻകുട്ടി ഇതൊന്നും കാണൂല. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഇന്നലെ നടന്ന
വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ യോഗത്തിന്റെ തുടർച്ചയായി ഇന്ന് രാവിലെ 7 മണിക്ക് ഉദ്യോഗസ്ഥരും എഞ്ചിനീയേഴ്സും അടങ്ങുന്ന സംഘം പഴവങ്ങാടി, തമ്പാനൂർ, ചാല, നന്ദൻകോട് എന്നിവിടങ്ങൾ സന്ദർശിച്ചു. തിങ്കളാഴ്ച തമ്പാനൂരിൽ നിന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിലേക്കായി രാത്രി 9 മണി മുതൽ പ്രവർത്തികൾ ആരംഭിക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശുചീകരണമൊക്കെയായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ, മഴക്കാല ശുചീകരണമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മേയറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലൊക്കെ പണി തുടങ്ങി. അല്ലെങ്കിൽ നിങ്ങളൊക്കെ തരുന്ന ചിന്തിച്ചു നോക്കൂ, ഒരു വിദ്യാഭ്യാസ മന്ത്രി നോക്കി എഴുതി കൊടുക്കുന്നതാണ് വായിക്കാം. അദ്ദേഹം ഇത്തവണയും MLA ആവാൻ മത്സരിച്ചു എന്നുള്ളതും സകല ആളുകളും ചിന്തിക്കേണ്ടതാണ്. മറ്റേതെങ്കിലും ഭാഷയാണെങ്കിൽ പോട്ടെ എന്ന് കരുതി, ഇത് മാതൃഭാഷയാണ്, എഴുതി കൊടുക്കുക. ഇനി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങളാണല്ലോ ഈ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കണ്ണിന്റെ മുമ്പിൽ കാണുന്നത് അങ്ങ് പറഞ്ഞാൽ പോരെ. അങ്ങനെയല്ല, ഇത് എഴുതി കൊടുക്കണം. എഴുതി കൊടുക്കുന്നത് എന്തിനാ? പച്ച കള്ളം വിളിച്ചു പറയണം. മേയർക്കെതിരെ, BJPക്കെതിരെ പച്ച കള്ളം പറയണമെങ്കിൽ എഴുതി ഉണ്ടാക്കണം. എന്നിട്ട് അവരുടെ ഇല്ല മഴക്കാലം, ശുചീകരണം, മാലിന്യം, തെരുവ് നായ ശല്യം, ഇതൊക്കെ തന്നെ പരിഹാരം നിരന്തരം ഉണ്ടാക്കി കൊടുക്കുന്ന മേയർ അല്ലേ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച് മുന്നോട്ട് പോകുന്നത്? ഈ ശിവൻകുട്ടിക്ക് മറ്റൊന്നുമല്ല, വെപ്രാള. റിസൾട്ടിന്റെ വരുന്നതിന് മുമ്പേ വെപ്രാളത്തിലാ 8 നിലയിൽ പൊട്ടാൻ പോവാ. 8 നിലയിലെ ഈ കോർപ്പറേഷനിൽ തന്നെ ഭരണം പോയത് ശിവൻകുട്ടിക്കൊന്നും അംഗീകരിക്കാനേ പറ്റുന്നില്ല. അപ്പൊ സ്വന്തം MLA സ്ഥാനം അങ്ങ് ഇല്ലാതെയാവുമ്പോ, രാജീവ് ചന്ദ്രശേഖർ 8 നിലയിൽ അങ്ങ് പൊട്ടിക്കുമ്പോ ജാതി രീതിയിലേക്ക് ശിവൻകുട്ടിയൊക്കെ എത്തോ? ഇത് എഴുതി ഇവരുടെ ഒപ്പമുള്ള ഒരു ടീമിനോട് ഒരു അഭ്യർത്ഥന ഉള്ളത്, നിങ്ങൾ ആദ്യം ഒന്ന് VV രാജേഷിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് പോയിട്ട് നോക്കുക. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കുക. എന്നിട്ട് അതെങ്കിലും ഇല്ലാത്തതൊന്ന് എഴുതി പിടിപ്പിച്ചൂടെ? പറയുന്ന മഴക്കാല ശുചീകരണമൊക്കെയായി ബന്ധപ്പെട്ട് അങ്ങനെ ഓരോ ഒരു പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ പറയും. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷിനെ പോലെ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്ന മറ്റൊരു മേയർ ഇന്ന് കേരളത്തിലുണ്ടോ? ഞാനൊരു ഉദാഹരണം ഇവിടെ കൊടുക്കാം, ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. NDA തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിലെത്തിയാൽ നിറപുത്തരിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ നെൽക്കതിർ പുത്തരിക്കണ്ടത്ത് തന്നെ നട്ട് വിളയിച്ച് ക്ഷേത്രത്തിലെത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഉദ്ദേശം 115 ദിവസമാണ് ഞാറു നട്ട ശേഷം വിളവെടുക്കാൻ വേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനും കൃഷി വകുപ്പുമായി ചേർന്ന് നിലമൊരുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി. ഇന്ന് വൈകുന്നേരം സഹപ്രവർത്തകർക്കൊപ്പം പുത്തരിക്കണ്ടത്തിൽ ഞാറു നട്ടു ജനങ്ങൾക്ക് നൽകിയ മറ്റൊരു വാഗ്ദാനം കൂടെ നിറവേറ്റാൻ കഴിയുന്നു. ഈ ശിവൻകുട്ടി കാരണം BJPക്ക് വലിയ ഗുണ. ശിവൻകുട്ടിക്ക് ചാടി വീഴും, എന്നിട്ട് വിളിച്ചു പറയും, ഇവിടെ ഒന്നുമില്ല. അപ്പോ നമ്മളെ പോലെയൊക്കെയുള്ള ആളുകൾ പോയിട്ട് മേയർ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കും. അപ്പൊ നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് എണ്ണിയിട്ടതുപോലെ ഓരോ കാര്യങ്ങൾ, പ്ലാനിങ് ഇല്ല എന്ന് പറഞ്ഞ മേയർ ഞാറ് നട്ട് ഇത്ര ദിവസത്തേക്ക് കൃത്യമായിട്ട് എത്തിക്കും. ഞങ്ങള് തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു, ഇതൊക്കെ അല്ലേ പ്ലാനിങ്? മഴക്കാലവുമായി ബന്ധപ്പെട്ട് അതൊന്നും കൃത്യമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു. ശിവൻകുട്ടി എന്തൊക്കെ വിളിച്ച് പറഞ്ഞോ അതൊക്കെ തന്നെ നിലവിൽ തന്നെ മേയർ ചെയ്ത് കഴിഞ്ഞ് കോർപ്പറേഷൻ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവാ. അപ്പോ ശിവൻകുട്ടിയുടെ ചൊറിച്ചിലെന്താ? 8 നിലയിൽ നേമത്ത് പൊട്ടു. ആ ഒരു വിറളിയാണ് ഈ പ്രസ് മീറ്റ് ഒക്കെ നടത്തി ശിവൻകുട്ടി വിളിച്ചു പറയുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയുക.